നേമത്ത് വ്യാജ അക്യുപങ്ക്ചർ പ്രസവ ചികിത്സയിൽ യുവതി മരിച്ചതിൽ ഭർത്താവിന്റെ ആദ്യ ഭാര്യ റെജീനയും പ്രതി. രണ്ടാം പ്രതിയാക്കിയാണ് ഇവർക്കെതിരെ കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിന് കാരണക്കാരായി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. മരിച്ച ഷമീറയുടെ ഭർത്താവ് നയാസിനെയും അക്യുപങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് നയാസിന്റെ ആദ്യ ഭാര്യ റെജീനയെ പ്രതി ചേർത്തത്. ചികിത്സ നൽകാതിരിക്കാൻ കൂട്ടുനിന്നു, ആരോഗ്യം ഗുരുതരാവസ്ഥയിലായിട്ടും ആശുപത്രിയിലെത്തിക്കാൻ ഇവർ തയ്യാറായില്ല എന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. തുടർന്നാണ് റെജീനയെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തത്. റെജീന ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. പ്രസവമെടുക്കാൻ സഹായിച്ച അക്യുപങ്ക്ചർ പഠിച്ച മകളെ നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന് നയാസ് സമ്മതിച്ചിട്ടുണ്ട്. മരുന്നുകളോ വാക്സിനോ ഒന്നും ഗർഭകാലത്ത് നൽകിയില്ല എന്നും ഇയാൾ പറഞ്ഞു. അക്യുപങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീൻ വീട്ടിൽ താമസിച്ച് ഷമീറയെ ചികിത്സിച്ചതായും പ്രസവത്തിന് 3 ദിവസം മുൻപ് വീട്ടിലെത്തിയിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലുള്ള തന്റെ പല ക്ലിനിക്കുകൾക്കും രജിസ്ട്രേഷൻ ഇല്ലെന്നും ഷിഹാബുദ്ദീൻ മൊഴി നൽകി. പ്രസവ ചികിത്സയടക്കം പലർക്കും താൻ അക്യുപങ്ക്ചർ ചികിത്സ നൽകിയതായും ഷിഹാബുദ്ദീൻ പോലീസിനോട് സമ്മതിച്ചു. കേസിൽ ഷമീറയുടെ ഭർത്താവ് നയാസ് 1-ാം പ്രതിയും ഇയാളുടെ ആദ്യ ഭാര്യ റെജീന 2-ാം പ്രതിയും അക്യുപങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീൻ 3-ാം പ്രതിയുമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.